ആരെയും ധനികരാക്കും കുബേര മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കുബേരപ്രീതിക്കായി ഈ മന്ത്രങ്ങൾ നിത്യവും ജപിക്കൂ. സമ്പത്തിന്റെ ദേവനാണ് കുബേരൻ. വടക്ക് ദിക്കിന്റെ അധിപതിയായും ലോകപാലകനായും പുരാണങ്ങൾ വാഴ്ത്തുന്ന കുബേരനാണ് ധനം തരുകയും നിലനിർത്തുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. പുലസ്ത്യ മഹർഷിയുടെ പുത്രൻ വിശ്രവസിന്റെയും ഭരദ്വാജ മഹർഷിയുടെ പുത്രി ദേവവർണിയുടെയും മകൻ. വിശ്രവസിന്റെ മകനായതിനാൽ വൈശ്രവണൻ എന്നും കുബേരൻ അറിയപ്പെടുന്നു. കുബേരനെ പൂജിക്കുന്നവർ ശിവനെയും പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. കുബേരമന്ത്രം ജപിക്കുന്നതിന് മുൻപ് ഓം നമഃശിവായ മന്ത്രം 108 തവണ ജപിക്കണം. ശിവപ്രീതി ലഭിക്കാത്തവർക്ക് കുബേരമന്ത്രങ്ങൾ ഫലിക്കുകയില്ല. ആയതിനാൽ കുബേരമന്ത്രം ജപിക്കുന്നതിന് മുൻപ് ഓം നമഃശിവായ 108 തവണ ജപിച്ചുകൊണ്ട് തുടങ്ങുക. ധനം ലഭിക്കാനും ധനം വർദ്ധിക്കാനും ദാരിദ്ര്യം മാറുന്നതിനും ഇനി പറയുന്ന കുബേരമന്ത്രങ്ങൾ ഏറെ ഗുണകരമാണ്. നിത്യവും ജപിക്കാവുന്നതാണ്. എങ്കിലും പൗർണമി, വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച, നവമി, പഞ്ചമി എന്നീ ദിവസങ്ങളെല്ലാം കുബേര പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ ജപം ആരംഭിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ്. സാധിക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ജപം ആരംഭിക്കുക. കുബേരമന്ത്രം ജപിക്കുന്നവർക്ക് ശുദ്ധി അത്യാവശ്യമാണ്. വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വളരെ ശുദ്ധമായ സ്ഥലത്തിരുന്ന് വേണം ജപിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുബേരമന്ത്രം ജപിക്കുന്ന വ്യക്തിയെ ദാരിദ്ര്യം ബാധിക്കില്ല. എത്ര ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവർക്കും ധനികരാകാൻ ഈ മന്ത്രങ്ങൾ നിത്യവും ജപിക്കാം. ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് യാതൊരുവിധ മന്ത്രോപദേശമോ വ്രതനിഷ്ഠയോ നിർബന്ധമില്ല. നെയ്വിളക്ക് കൊളുത്തിക്കൊണ്ട് ജപിക്കാവുന്നതാണ്. ധനത്തിന്റെയും സമ്പത്തിന്റെയും അധിപനായ കുബേരനെ പ്രീതിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതവും ശക്തവുമായ മന്ത്രമാണ് കുബേരമന്ത്രം. ഓം യക്ഷായ കുബേരായ നമ 108 തവണ വീതം 2 നേരവും ജപിക്കാവുന്നതാണ്. രാവിലെ സൂര്യോദയത്തിന് മുൻപും വൈകുന്നേരവും ജപിക്കാം. കുബേരൻ സമ്പത്തിന്റെ അധിപനായ ഉത്തരദിക്ക് വടക്ക് ദിക്കിന്റെ ദേവനാണ്. അതിനാൽ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തോ പൂജാമുറിയിലോ അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്നോ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. മന്ത്രത്തിന്റെ അർത്ഥം: ലോകത്തിലെ എല്ലാ സമ്പത്തിന്റെയും സംരക്ഷകനും വിജയത്തിന്റെ നാഥനുമായ കുബേരനെ ഞാൻ നമിക്കുന്നു. അടുത്ത മന്ത്രം ഇതാണ്: വൈശ്രവണ മഹാമന്ത്രം. ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ രത്ന സമൃദ്ധി മേ ദേഹി ദദാഭയ സ്വാഹ. വൈശ്രവണ മഹാമന്ത്രം. ഈ മന്ത്രവും കുബേരനെ ഭജിക്കാനായി ജപിക്കുന്ന മന്ത്രമാണ്. ദാരിദ്ര്യ ദുരിതങ്ങൾക്കുള്ള പരിഹാരമാണ് വൈശ്രവണ മഹാമന്ത്രം. നിത്യവും കുറഞ്ഞത് 64 തവണയെങ്കിലും വൈശ്രവണ മഹാമന്ത്രം ജപിക്കുന്നവരെ ദാരിദ്ര്യം ബാധിക്കില്ല. നെയ്വിളക്ക് കൊളുത്തി വെച്ച് വടക്കോട്ട് ദർശനമായിരുന്ന് വേണം ഈ മന്ത്രം ജപിക്കാൻ. എത്ര കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളും ഈ മന്ത്രജപത്തിലൂടെ പരിഹാരമുണ്ടാകുന്നതാണ്. ഈ മന്ത്രങ്ങൾ എല്ലാമോ അല്ലെങ്കിൽ ഓരോന്ന് വീതം മാറി മാറിയോ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. 2 മന്ത്രങ്ങൾ ഇന്ന് പറഞ്ഞു. ആ മന്ത്രങ്ങൾ എല്ലാം വേണമെങ്കിൽ ജപിക്കേണ്ടവർക്ക് ജപിക്കാം, അല്ലെങ്കിൽ ഓരോന്ന് വീതമോ ജപിക്കാം. ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം: ശിവഭഗവാനെ നമിച്ചുകൊണ്ട് വേണം ഈ മന്ത്രങ്ങൾ ജപിക്കാൻ. ഏത് കുബേര മന്ത്രമാണെങ്കിലും അത് ജപിക്കുന്നതിന് മുൻപ് ഓം നമഃശിവായ 108 തവണ ജപിച്ചതിന് ശേഷം ജപിക്കുക. ഏത് മന്ത്രം വേണമെങ്കിലും മാറി മാറി ജപിക്കാം. ഇന്ന് 2 മന്ത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഏത് മന്ത്രം വേണമെങ്കിലും ജപിക്കാം. പരമശിവനെയും കുബേരമൂർത്തിയെയും ഭക്തിപൂർവ്വം ജപിക്കുന്നവർക്ക് കടബാധ്യതകളും ദാരിദ്ര്യങ്ങളും അകന്നു നിൽക്കുകയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും പ്രധാനമാവുകയും ചെയ്യും. ഏവരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.